തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഭരണത്തിൽ വന്നാൽ തെരുവ് നായകളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഷെൽട്ടറിൽ അടയ്ക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇതിനോടകം തന്നെ പലയിടത്തും കോർപ്പറേഷൻ അതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ തെരുവുനായ ശല്യത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ജനങ്ങൾ പറയുന്നത് കേൾക്കാം. ഡിസംബർ 26-ന് അധികാരത്തിൽ വന്ന നാൾ മുതൽ തിരുവനന്തപുരം നഗരത്തിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുന്നതിനായി നിരവധി നടപടികൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ അനധികൃതമായി പാർപ്പിച്ചിരുന്ന തെരുവുനായ്ക്കളെ ഈ അടുത്താണ് കോർപ്പറേഷൻ ഇടപെട്ട് ഷെൽട്ടറിലേക്ക് മാറ്റിയത്. തിരുവനന്തപുരം നഗരത്തിലെ പലയിടത്തും മുൻപത്തെ അപേക്ഷിച്ച് തെരുവുനായ ശല്യത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഏകദേശം ഞങ്ങളുടെ ഏരിയയിലൊന്നും ഇല്ല, ഇപ്പോൾ ഇല്ല, കുറവില്ല. പട്ടി നാശല്യം കുറവുണ്ട്. എനിക്ക് സെക്രട്ടറിയുടെ കാര്യം അറിയുള്ളൂ. അവിടെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നല്ല അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും തെരുവുനായ ശല്യം പലയിടത്തും തുടരുന്നുണ്ടെന്നും അതിനെതിരെ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് എനിക്ക് കുറഞ്ഞതായിട്ട് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരു മാറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാനിപ്പോൾ രാവിലെ പേപ്പർ ഇടാൻ പോകുന്ന ആളാണ്, പേപ്പറിൻ്റെ ഏജൻ്റാണ്. രാവിലെ പട്ടിയുടെ ശല്യം ഒരുപാട് ഉണ്ട്. രാത്രിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ തെരുവുനായുടെ ശല്യം ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ് അവർ ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അതിൽ ഒന്നാണ് ജനങ്ങൾക്ക് നേരെയുള്ള ഉപദ്രവം ഒഴിവാക്കുക എന്നുള്ളത്. അതാണ് ജനങ്ങളുടെ പ്രതീക്ഷ. തിരുവനന്തപുരം നഗരത്തിലെ പലയിടത്തുമുള്ള തെരുവുനായ ശല്യത്തിൽ ഇതിനോടകം തന്നെ കോർപ്പറേഷന്റെ ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന ആശങ്കകൾക്കുകൂടി കോർപ്പറേഷൻ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പൊതുജനങ്ങളുള്ളത്. ക്യാമറാമാൻ ജോസൽ ജേക്കബിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.